പൗരത്വ ഭേദഗതി നിയമമാണ് പശ്ചിമബംഗാളിലെ ബി.ജെ.പിയുടെ പ്രധാന പ്രചാരണ വിഷയങ്ങളിലൊന്ന്. പുതിയ നിയമപ്രകാരം മാതുവ പട്ടികജാതി വിഭാഗത്തിലെ 16 ലക്ഷത്തോളം പേർക്ക് പൗരത്വം ലഭിക്കേണ്ടതാണ്. എന്നാൽ ഒരാൾ പോലും ഇതുവരെ പൗരത്വത്തിന് അപേക്ഷിച്ചിട്ടില്ല. പശ്ചിമബംഗാളിലെ നാദിയ ജില്ലയിലെ മുഗുള എന്ന ചെറുപട്ടണമാണിത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മുതുവ വിഭാഗക്കാർ കൂട്ടത്തോടെ താമസിക്കുന്ന പ്രദേശമാണിത്. ഇവർക്കെല്ലാം പുതിയ പൗരത്വ ഭേദഗതി നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കേണ്ടതാണ്. എന്നാൽ ഒരാൾ പോലും ഇതുവരെ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിച്ചിട്ടില്ല. അവരാരും അപേക്ഷിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ്. ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ ഹിന്ദുക്കൾക്ക് പൗരത്വം ലഭിക്കും, മുസ്ലിങ്ങൾക്ക് പൗരത്വം ലഭിക്കില്ല. ഇതാണ് മോദി സർക്കാർ കൊണ്ടുവന്ന പൗരത്വ നിയമം. എന്നാൽ പുതിയ നിയമം ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവർ എന്ന് മുദ്രകുത്തപ്പെട്ടവരായ മുസ്ലിങ്ങളെ മാത്രമല്ല ഹിന്ദുക്കളെയും പ്രതിസന്ധിയിലാക്കുകയാണ്. ഒരാൾ പൗരത്വത്തിന് അപേക്ഷ നൽകിയാൽ പൗരത്വം ലഭിക്കുന്നതുവരെ ആ വ്യക്തിയെ പുതിയ നിയമം ബംഗ്ലാദേശി പൗരനായാണ് കണക്കാക്കുക. ഇതിനു പുറമെ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയതാണെന്ന് തെളിയിക്കുന്ന രേഖയും ഹാജരാക്കണം. നാദിയ ജില്ലയിലെ മുഗളയിലെ ഗ്രാമങ്ങളിലെത്തിയപ്പോൾ പൗരത്വ ഭേദഗതി നിയമം മൂലം ജീവിതം പ്രതിസന്ധിയിലായ ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ടവരെയും കണ്ടുമുട്ടാനായി. आप सिटीजनशिप के लिए अप्लाई किया है? नहीं अप्लाई करा है। क्यों नहीं करता हूँ? কারণ সিটিজেনশিপ আমরা তো সিটিজেন, আমাদের কেন অ্যাপ্লাই করতে হবে? আমাদের বোর্ডেই তো সাংসদ হচ্ছে, বিধায়ক হচ্ছে, মন্ত্রী হচ্ছে, তাহলে আমরা কেন আবার অ্যাপ্লাই করতে যাব? আমরা তো এখানকারই, তা আমরা কেন আবার সিটিজেনশিপের জন্য অ্যাপ্লাই করব? पहले मैं इंडियन हूँ, देन मैं कम्युनिस्ट हूँ, मैं दिल से कम्युनिस्ट हूँ. മാധുവ വിഭാഗം ബംഗാളിലെ 5 ലോക്സഭാ മണ്ഡലങ്ങളിലെ നിർണായക ശക്തിയാണ്. പൗരത്വ ഭേദഗതി നിയമത്തെ തുടർന്ന് ഇവർക്കിടയിൽ പുകയുന്ന അമർഷം ഈ മേഖലയിൽ ബി.ജെ.പിക്ക് തിരിച്ചടിയാവും. മുഗുളയിൽ നിന്ന് ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം കെ രാജേന്ദ്രൻ.